ഗ്യാസ് കഴിഞ്ഞല്ലേ പഠിച്ചോനെ. ഇക്ക ഒന്നിങ്ങോട്ട് വരെ. എന്താ സുലോ? ഗ്യാസ് തീർന്നുക്ക. ആണോ? നമ്മളിനി എന്താ ചെയ്യാ? എന്തപ്പ ചെയ്യാ? ഒരു കുറ്റിയെ മോക്കെടുത്ത് കൊടുത്തു, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ അത് വലിയൊരു ഉപകാരം ആവൂലെന്നോ? നിങ്ങളെ മോനോടൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കി. ഹലോ. വാപ്പാ. ഷനു, ഇവിടുത്തെ ഗ്യാസ് തീർന്നോടാ. അവിടെ ഗ്യാസ് ഉണ്ടോ? എന്റെ അടുത്ത് വാപ്പ ഒരു കുറ്റി കഴിഞ്ഞിട്ടുള്ളത്, ഒന്നില് പകുതി ഉണ്ട്. ആണോ? നിങ്ങൾ എന്തിനാ വാപ്പ ബേജാറാവുന്നത്? ഉമ്മാനി കൂട്ടി എന്റെ അടുത്തേക്ക് പോരി. വേണ്ട വേണ്ട വേണ്ട, അതവിടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അടങ്ങാറാവും. ഞാനിവിടെ എന്തെങ്കിലും ചെയ്തോളാം. ശരി എന്നാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇക്ക നിങ്ങളെ ബീരാൻഖാനോട് ചോദിച്ചു നോക്കേ. മൂപ്പരുന്ന് ഇടക്കിടക്ക് പോയി വാങ്ങണല്ലേ, ഇപ്പൊ ഗ്യാസിന് ഡിമാൻഡ് അല്ലേ, അയാൾ തരുമോ? നല്ലൊരു കാര്യം ചെയ്യേ, നിങ്ങളെ ഹസൻ ഖാനോട് ചോദിച്ചു നോക്കേ. അയാളൊക്കെ വലിയ ആൾക്കാരല്ലേ, അയാളത്ത് ഇങ്ങനെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരടങ്ങാറാ സുലു. അത് നമ്മളെ അവസ്ഥയൊക്കെ അറിയണതല്ലേ, അപ്പൊ എന്തായാലും തരും. നമുക്ക് അടുപ്പ് പോലും ഇല്ലാത്തതല്ലേ. ഞാൻ പോയി നോക്കട്ടെ. എത്ര കാലമായി ഈ ഹോട്ടൽസിൽ ഇങ്ങനെ നിൽക്കണ. ഒരു പെരയിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെറുക്കി കത്തിക്കുന്നു. ഇതിനും ഒരു മാർഗമല്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കറണ്ട് അടുപ്പുള്ളതാണെങ്കിൽ അതും കറണ്ട് ബില്ല് കൂടുതലാന്ന് പറഞ്ഞിട്ട് എടുത്ത് കളഞ്ഞു. ഇതിന്റെ ഒരു അവസ്ഥ. എന്തേ ആൽക്കുട്ടിയെ? ഗ്യാസ് ഉണ്ട് അവിടെ, അവിടുത്തെ തീർന്നു. എന്റെ ആൽക്കുട്ടിയെ, ഈ വരുമ്പോ ഞാൻ ഗ്യാസ് കൂട്ടി തരില്ലേ? ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. 10-15 ദിവസം കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഞാൻ കൊണ്ടുവന്നേരാം. തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇവിടെ ഉള്ള പോലെ തന്നെ എന്റെ പെരയിലില്ല 2 ഗ്യാസ് കുറ്റി. അനക്കത് അന്ന് അടച്ചൂടെ? എന്നാ പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇറക്കേണ്ട കാര്യമുണ്ടോ? ഇത് നോക്കാം, ഞാൻ ഗ്യാസും കുറ്റി റോഡിൽ വെച്ചിരുന്നത്. അനക്കറിയില്ല ഇപ്പൊ ഗ്യാസ് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം. എന്നാ ശരി കേട്ടോ. എന്താ മോനെ? ഗ്യാസ് ഒന്ന് കൊടുത്തോടെ പാവം. എന്നിട്ട് വേണം എന്റെ വല്യമ്മ വന്നിട്ട് എന്റെ തലക്കാ കുറ്റിയെടുത്ത് അടിക്കാനില്ലേ? എന്തായാലും കുട്ടിയെ, ഇവിടുത്തെ ഗ്യാസ് ഉണ്ടോ? അവിടുത്തെ ഗ്യാസ് കഴിഞ്ഞു. അടുത്ത ആഴ്ച നിറച്ചു തരാം. ഗ്യാസ് അല്ലേ? ഇവിടെ കയറി അതൊരു കാര്യം കാണിച്ചു തരാം. അരിക്കുട്ടി, ഇവിടെ ഇപ്പൊ വിറക കത്തിക്കുന്നു. ഇത് കാണാനാ എന്നെ വിളിച്ചത്. ഇവിടെ 2 കുറ്റി ഗ്യാസ് ഉണ്ട്, അതിലൊന്ന് മോളെ വീട്ടിക്കൊണ്ട് ഇപ്പൊ 1/2 കുറ്റി ഗ്യാസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊന്ന് ബോധ്യപ്പെടുത്താനാണ് നേരിട്ട് തന്നെ പോകുന്നത്. ആയിക്കോട്ടെ എന്നാ, ഞങ്ങൾ രണ്ടാളും പഠിക്കുവാണതല്ലേ, സമയമായി. സാറില്ല, ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. ശരിട്ടോ. അരിക്കുട്ടി അവിടെ നിൽക്ക്. ഈ അങ്ങനെ പോലെ അരിക്കുട്ടി, അതെനിക്കൊരു വിഷമാവില്ലേ. ഇതവിടെ കുറച്ച് പത്തിരി ഉണ്ട്, പത്തിരി കുറച്ച് കറിയുണ്ട്. ഇതാണ് കൊണ്ട് ശരി എന്നാ പോയിക്കോട്ടെ. അരിക്കുട്ടി അങ്ങനെ പോവല്ലേ. ഇവിടെ കുറെ വിറകുണ്ടല്ലോ, കുറച്ച് വിറകാണ് കൊണ്ടുപോയിക്ക പെരേക്ക്. അവിടെ കത്തിച്ചോ. കോട്ടേഴ്സ് അല്ല അസൻക, അവിടെ അടുപ്പില്ലല്ലോ. ഈ ക്വാർട്ടേഴ്സ് ആണല്ലോ പറയാൻ പോലെ. അത് ഞാനോട് വിട്ടുപോയി. എന്നാ പോട്ടെട്ടോ. എന്നാ വിട്ടോട്ടെ. ശരി. എങ്ങോട്ടൊക്കെ നിങ്ങള് ഗ്യാസ് കുറ്റി അയച്ചുകൊണ്ടോണത്? എടി, ഇത് നമുക്ക് ആര്യക്കുട്ടിൻ്റെ അടുത്ത് കൊടുക്കാം. 1/2 കുറ്റി ഗ്യാസ് ഉണ്ടല്ലോ, ഓരോടെ ഗ്യാസ് പറ്റ കഴിഞ്ഞില്ല. ഭക്ഷണം ഒന്നും ഉണ്ടാക്കില്ല. ഒരു ക്വാർട്ടേഴ്സ് അല്ലേ, അടുപ്പില്ലായിട്ട് നമുക്ക് ഇഷ്ടംപോലെ വിറകുണ്ടല്ലോ. അപ്പൊ ഇത് ഓർക്കാണ് കൊടുക്കാം. നമുക്ക് എങ്ങനെയും മുന്നോട്ട് പോകാനേ. ഇത് കൊടുക്കൂ. ഈ പാത്രം പേരേക്ക് വേണ്ട, അത് ഞാൻ കൊടുത്തോളാം. ഇത് ഞാൻ കൊണ്ടേക്കോ. കുഴപ്പമില്ല, ഈ കൊണ്ടേക്കോ. അവിടെ ഇല്ലല്ലോ അസൻക. അത് പ്രശ്നമില്ല, ഈ കൊണ്ടേക്കോ.